അപ്പോൾ അത്താഴത്തിന് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടാ. ഏതാ ചപ്പാത്തിയാണ് അത്താഴത്തിന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 10-10:30 കുട്ടിമോൻ്റെ പണി തന്നെ. ഇങ്ങനെ എന്തെങ്കിലും വേണം അവൾക്ക്. അപ്പോൾ കുറച്ച് കണ്ണിയാങ്ങ മേലിന്ന് അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിന്. കണ്ണിയാങ്ങ എന്നുള്ള എന്താ പറയാ, രസല്ലേ? കൊച്ചനാടാളായിക്കില്ലേ? എന്താണ് ആട്? ഏതാടിന്റെ പേരാണ്? ആട്ടിൻതല. രണ്ട് സൈഡിലും ചെവി. വലിയ പെണ്ണാടകളെ ചെവി അങ്ങനെയാണോ? അങ്ങനെട്ടാണ് അതിന്റെ കൂട്ടുകാരത്തിന്റെ ആങ്ങളൊക്കെ ഇട്ടാണ്. എന്താ പേര്? ഓന്റെ മുടി ഉണ്ടല്ലേ? അടിപൊളി അറസ്റ്റ്. ഇതാണ് പറഞ്ഞത്. ഞാൻ കുട്ടിമോനല്ലേ? ഞാൻ നോമ്പ് കഴിഞ്ഞാണ്. ഞാൻ എന്ത് പറഞ്ഞ പറയും. ഇന്നത്തെ നിങ്ങളെ നോമ്പ് പോയി അറിയാം. പക്ഷെ എന്റെ നോമ്പ് പറഞ്ഞല്ലേ ഞാന്. ഞാൻ ഇപ്പൊ നോമ്പിലല്ലോ. വലിയ പെണ്ണാണ്ട് ചെവി ഇങ്ങനെ കിടക്കൂല. അങ്ങനെ കൊണ്ട് ആയിക്കോട്ടെ, കണ്ടോട്ടെ. ശരിക്കും ആടിന്റെ ചെവിയിലെ രണ്ട് സൈഡിലും ചെവി തൂങ്ങിക്കണേ കുട്ടിമേനെ. അപ്പൊ ചപ്പാത്തി ഇങ്ങനത്തെ രാത്രി ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാ. അതാ സോഡ കൊടുന്ന് കുടിക്കുക. ഇതാ ആട്ടപ്പൊടി ഇവിടെ കൊടുന്നിട്ടുണ്ട്. നമുക്ക് റേഷൻ പീടിയിൽ നിന്നൊന്നും കിട്ടാറില്ല. അപ്പൊ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങണം. അതെ, നമ്മള് പൈസക്കാരായതുകൊണ്ട് വെള്ളക്കാർഡാണ് അല്ലേ? പൈസക്കാരല്ലേ? എനിക്കല്ല റേഷൻ പീടിയിൽ പൊടി നല്ല പൊടിയാ. ഞങ്ങൾ കൊറേ ശ്രമിച്ച് വെള്ളക്കാർഡ് മാറ്റി കിട്ടാൻ വേണ്ടി, പക്ഷെ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. സ്പെഷ്യലായിട്ട് ചെള്ളിപ്പൊടിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കുമ്പോ പറഞ്ഞാണ് എനിക്ക് വേണ്ടാന്ന്. ഇജി എന്ത് വേണ്ടാന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഉറപ്പാണ്. ഇജി വേണ്ടാന്ന് പറയുമ്പോ തന്നെ ബേജാറാണ്. കാരണം കൂടുതൽ ഒന്നോപ്പോ ഇങ്ങോട്ട് മോനാ വേണ്ട പറഞ്ഞാല് പൊറാട്ട കൊണ്ടുപോകാനാണ് പണിയാവുക. എനിക്ക് ഒന്നത് തിന്നലെ നാലിനോ 1.5 പൊറാട്ട തിന്നുള്ളൂ. ഒന്നെന്ന് പറയും. അപ്പൊ ഒന്ന് കഴിഞ്ഞേക്ക് എനിക്ക് തോന്നും 2.5 പൊറാട്ട 3 2.5 2.5 പറഞ്ഞേ. അപ്പൊ എനിക്ക് നല്ല രസം തോന്നിപ്പോ 2.5 നിങ്ങൾ എന്തായാലും 1 ഇഷ്ടം എടുത്തു. 1/2 കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇക്കോടുന്ന് എന്താണ് ഞാൻ പണ്ട് ഉണ്ടാക്കി പറയും, കല്യാണം കഴിഞ്ഞ് ഉണ്ടാക്കി പറയും ബീരാങ്ക ചായകൾ ചായയാണ്. ബീരാങ്കുണ്ട് ഏത് ബീരാങ്ക പറയലട്ടാ. അപ്പൊ ഇവന്റെ ചെറുപ്പത്തിൽ കുറച്ച് പ്രായമുള്ള ഒരു കാക്ക ഉണ്ടായിരുന്നു. നല്ലൊരു കാക്കയായിരുന്നു ബീരാങ്ക. അപ്പൊ ഈ ബീരാങ്കാനോട് എല്ലാവരും ചോദിക്കും, ഇപ്പൊ കടന്നോടൊക്കെ കേൾക്കണം, ബീരാങ്ക ചായ കുടിക്കല്ലായിരിക്കും. അപ്പൊ ബീരാങ്ക പറയും ആണ്ടാണ് ചായ വേണ്ട, ഒരു കാൽച്ചായ പറഞ്ഞാ കാൽച്ചായ എടുക്കും. ഞാൻ അങ്ങനെ കാടി അടിക്കും ബീരാങ്ക. പഴംപൊരി ഇതൊക്കെ പൊറോട്ട കാടിയൊന്നും പാടണേ, കാടിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാറിയാ നീന്തറക്കൊലം വന്നൊരു ചുണ്ണയാക്കണ്ട് എടുത്തോ. അപ്പൊ നീന്തറക്കൊലമ്മേ ചുണ്ണയാക്ക തന്നെ എത്ര വലിപ്പം ഉണ്ടാവുന്ന നമ്മള് ചിന്തിച്ചാൽ മതിയല്ലോ. എന്ന മാതിരിയാണ് പിള്ളേ. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് ഒരു പൊറാട്ട ഞാൻ തിന്നൂല അറിയാം. തിന്നൊരു 3-3.5. ഞാനിപ്പോ ഇത് ക്യാമറ ആയിപ്പോ അല്ലെങ്കിൽ ഇന്ന് കിട്ടൽ തുടങ്ങിയിട്ടാ. ഞാൻ ഒരു പൊറാട്ട പറയും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉള്ള എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിൽ അപ്പൊ എനിക്ക് തോന്നും അതിന് ഒരു 1/2 കഷ്ണം കൂടി 1/2 കഷ്ണം കൂടി കിട്ടിയെങ്കിൽ ശേഷം എന്ത് ചെയ്യും, എളുപ്പം ഒരു 1/2 കഷ്ണം എടുക്കും. അത്രേ ഞാൻ തിന്നുള്ളൂ. 3 തിന്നിയ വീഡിയോ എടുക്കേണ്ട 1.5 ബട്ടർ ചിക്കൻ കൊടുന്നു 2.5. നല്ല ടേസ്റ്റ് കിട്ടാ. ടേസ്റ്റ് ചെള്ളിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പുളിക്ക് ഒന്നുകൂടി വേണ്ടി കുറച്ച് സുറുക്കയും ഒന്നും പറയാനില്ല. സൂപ്പറാ. അപ്പോൾ നോമ്പ് പറഞ്ഞതിന് ശേഷമുള്ള കലാപരിപാടികൾ ഇതൊക്കെയാണ്. ഈ ചപ്പാത്തി എനിക്കുള്ള കേട്ടോ, ഞാൻ അതൊന്നുമില്ല. ഞാൻ കാര്യം പറയാം, ഞാൻ ചപ്പാത്തി ഒന്നും ഇല്ലട്ടാ. ഇത് പറയണ്ട. ഓട്സ് അത് തോന്നുന്നുണ്ട്. ഓട്സ് നേടെ രാവിലെ എങ്ങനെ നടക്കുക?
ഞാൻ ഇന്ന് രാവിലെ നടന്നിന്നടാ വൈകുന്നേരം പൊതുവെ ഓടിച്ച് തിന്നാത്ത ക്ഷീണിക്കും നമ്മള് പണിയെടുക്കുമ്പോ ക്ഷീണിക്കൂല. ബാവാക്ക് 8 ചപ്പാത്തി. കുട്ടിമോൻകോ അത് അപ്പൊ നീച്ചുമ്പോ കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചില്ലേ കറി ഇനി ബാക്കില്ലേ? കറി ഇഷ്ടം പോലെ തിളപ്പിച്ചേക്കാം. ചപ്പാത്തി അതാ മറ്റേ പത്തിരിയാ. കറി ഇത്ര ഉണ്ട് കേട്ടോ. ചപ്പാത്തി ചപ്പാത്തി വേണ്ടട്ടാ. ചപ്പാത്തിയാടാ ചപ്പാത്തി വലിയ ചപ്പാത്തി ഉണ്ടാക്കി നല്ല തിന്നു. ദോശ ബാവാക്ക് അത്ര ബാവ പറയും ആട്ടദോശ ദോശ അത്ര കണ്ട് തിന്നിട്ട് ഒരു സുഖം പോരാ. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ അല്ല ഞാൻ പറ്റിക്കോളാം. അപ്പൊ ഞാനിങ്ങനെ ചിക്കൻ ഫ്രൈ കൂട്ടുക ഓട്സ് ആകുമ്പോ ഞാനിങ്ങനെ ചിക്കൻ ഫ്രൈ അത് ഓട്സ് നുറുക്കിയിട്ടാ മതി ഇങ്ങനെ കഷ്ണം. ചപ്പാത്തി ഇങ്ങനെ ഞാൻ തിന്നൂല. നോക്കട്ടെട്ടാ എന്റെ ചപ്പാത്തി ഇടാ കണ്ടപ്പോ തടി വെക്കാനാണെ ഓട്സ് തിന്നണേ. 2 ചപ്പാത്തി ഓട്സും കൂടി ആയാ ഇന്നലെ ഞങ്ങള് രാത്രി പോയി ഞാനും ഭയങ്കര ഓട്സ് കഴിഞ്ഞ് കൊടുന്നാണ്. എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചില്ല. ഇന്നെന്തോ വാങ്ങാൻ പോണെന്ന് അറിയുന്നില്ലേ? അപ്പൊ നിങ്ങളിപ്പോ തറാവീനും ഇല്ലേ ബൈക്കായിട്ട് നമ്മളിന്ന് എന്താ വാങ്ങാൻ പോണെന്ന് പറഞ്ഞേ? അത് ആട്ടപ്പടിക്ക് ഞാനും വാങ്ങി പോകണമെന്ന് പറഞ്ഞു. വെറുതെ നല്ല വൈക്കുമ്പോ കയറി പോകാൻ നല്ല രസമാണ്. പക്ഷെ ഇവർക്ക് അസൂയല്ല ഞാൻ അങ്ങനെ പോണത്. ഇക്കസൂയില്ല പൊന്നു അറിയണോ ഇന്നലെ വന്നേക്ക് നിങ്ങൾ ഇങ്ങനെ എന്തിങ്ങനെ വന്നപ്പോ പറഞ്ഞ മോനെ പൊന്നു നിങ്ങളിങ്ങനെ തെണ്ടി ഇറന്നോ ഇപ്പാന്റെ ഒപ്പം ഇത് കുഴച്ചിടാണ്ട് ചുടട്ടാ. ചുട്ടച്ചാലേ എന്താ വെച്ചാല് ഞാന് അഥവാ ഒന്നില്ലെങ്കിൽ പണിയാവും. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എങ്ങനെ 12:30 ആവും എടുക്കാൻ. ഇന്നലെയും കുഞ്ഞുമോള് വിളിച്ചതാണ്, മിഞ്ഞാന്നെയും കുഞ്ഞുമോള് വിളിച്ചതാണ് 4:30. പിന്നെ ഇന്നലെ എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് എനിക്ക് നീച്ചാൻ പറ്റിയില്ല. എൻ്റെ ഫോണ് 4 കൊല്ലമായി. ഇപ്പൊ അതിന്റെ അസുഖം ചെറുതായിട്ടൊക്കെ വാർദ്ധക്യത്തൊക്കെ എത്തിക്കും എൻ്റെ ഫോണ്. പക്ഷെ എൻ്റെ ഫോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടെൻഷനാണ്. ഇപ്പം കുഴച്ചിക്കാണ് 10 ആക്കി വെച്ചാല് 4:30 നീച്ചെന്നാ തിന്നാം. ചുട്ടക്കല്ലേ പിന്നെ ഇതപ്പോ ഞാൻ പറഞ്ഞേ പ്രശ്നമാണ് ഇവർക്ക്. റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എടുക്കാൻ പോകണേ. അങ്ങനെ സാമ്പിൾ നോക്കി നോക്കി ഓരോ പീസ് പോന്ന് ഇങ്ങനെ കുറഞ്ഞത് കുട്ടിമേന ഉണ്ടാ. അപ്പോ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതാണ് ശരിക്കും ചിക്കൻ. ഇതാ ശരിക്കും അൽഫാമിന്റെ ചിക്കൻ. മാളോ യജാതി മണാതെന്ന് അറിയിച്ച അൽഫാമിന്റെ ഇതുണ്ടാ. എന്തൊരു ഭാഗ്യം. വൈകുന്നേരം വെള്ളാക്കി ഇങ്ങനെ നിൽക്കാൻ തിന്നാനെങ്കിലും തോട തീണ്ടാതേക്കാം പോരാ. എന്തിനാണ് ഹിന്ദി സംസാരിക്കുന്നത്? പോരാ. അപ്പൊ സ്പെഷ്യലി ഇന്നത്തെ അത്താഴം എന്താന്ന് വെച്ചാല് ചിക്കൻ ഫ്രൈ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ചിക്കൻ അൽഫാം ചപ്പാത്തിയും അതാണ് ഇന്നത്തെ ഐറ്റം. പിന്നെ നമ്മുടെ അത്താഴത്തിനുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ കറി. അപ്പൊ ഇതാവട്ടെട്ടാ അല്ലേ? ഇതാണ് ഉമ്മ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. ഉമ്മ പറഞ്ഞേ എന്നും ഞാൻ പ്രസ് അമർത്തിയാണ് ഒന്നൊരിക്കൽ വലിയ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൊ കൊറേ വേണ്ട ഇതാവുമ്പോ ഞാൻ ബാക്കി പൊടി എടുത്തേക്കണോ? എത്രമാരുണ്ട്? മറ്റൊന്നും കൂടി ഇടാം. നിൽക്കട്ടെ പോലെയോ ഓരോരുത്തർ മദർസക്ക് പോകാനുള്ളവരൊക്കെ നിന്ന് ഞാൻ ചെറിയ 10-12 രണ്ടായിട്ടില്ലത്. കുറച്ചും കൂടി വലുപ്പം വെക്കണം. ഞാൻ മൈദ ഇട്ടാണ് ഇവിടെ പൊടി ഇടുന്നത്. മൈദ ഇട്ടാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് പരക്കും. മറ്റേ അരിപ്പൊടിൻ്റെ മൈക്കല്ല.
മതിയല്ലേ? ഇതെന്തിനാ എത്ര ഉണ്ട് എണ്ണി? ബാക്കി 8 എണ്ണല്ലേ? 8 എണ്ണം വേണ്ടിയില്ലത്. ആകെ 4 കൂടി ഉള്ളു. ഇതും കൂടി എടുത്താളി 5 എണ്ണം. വെള്ളം ഒഴിച്ചു ആകെ വേർത്ത്. എന്താ വെച്ചാൽ ഇവിടെ 2 ബൾബാണ്. ഒന്ന് അടുപ്പത്തേക്ക് കാണാനോ 3 എണ്ണം ഉണ്ട് ഇവിടെ ഫ്ലാഷ് അല്ലേ വേർത്ത് ഇങ്ങനെ. ആ ഫുള്ള് വെള്ളം ഒലിച്ചാണ് വേർത്തൊലിക്കണം. മേത് കൂടെ ഒക്കെ ഒലിക്കുക. പെരും ചൂട്. അപ്പോൾ ഇത് ചുട്ടിച്ച് കളഞ്ഞ് പോയി കിടക്കട്ടെ. ഏകദേശം 12 മണി ആയിക്കണം. ഇത് കത്തിപ്പടക്കണോ? അതിനത്തിന് നാളെ രാവിലെ മദ്രസ ഉണ്ട്. അത്താഴത്തിന് നീച്ചണം. ഇരിക്കണടിയില്ലേ 12 മണിയായി. രാവിലെ വിളിച്ചപ്പോ ഇന്ന് ഓനെക്കാട്ടി ഞാനങ്ങനെ കട്ടുമ്പോ കഴിച്ചിട്ട് മദ്രസക്ക് പോകാൻ നേരത്തെ രണ്ടാമത്തെ പോയി കിടന്നോളി. ചെല്ലി ചെല്ലി ഇതും കൂടി ആയ ഉമ്മ വന്ന് കിടന്നോളി. പുറത്തേക്ക് ചോടി. അപ്പൊ അത്താഴത്തിന് നെയ്ച്ച് വന്ന് ചായക്ക് തീയുടിപ്പിച്ച് ആരും നെയ്ച്ചിട്ടില്ല. എന്താ പത്തിരി ചിക്കന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയി കിടന്നത്. എന്താ നല്ല സമ്മാനം കിട്ടിയ പാത്രം, നല്ല എയർ ടൈറ്റുള്ള പാത്രം. ഞാൻ വിചാരിച്ചിരുന്നു ഓരം വെക്കുന്നു. അപ്പോൾ അത് സോഫ്റ്റ് കിട്ടാണ്ടെങ്കിൽ ചിക്കൻ കറി ഇതാ ഞാൻ ഒന്ന് തിളപ്പിക്കാണ്ട്. പിന്നെ മറ്റാൾക്കാരൊക്കെ വിളിച്ചാണ്ട്. പിന്നെ എനിക്ക് തിന്നാനുള്ള ഭക്ഷണമൊക്കെ എടുത്തേക്കാണ്ട് വെച്ച്. പിന്നെ നല്ല ഐസാണ്. ഐസോടെ തിന്നുമ്പോൾ ഭയങ്കര അതാ മോനൊക്കെ ഞാൻ 50 വിളിച്ചാണ് നീച്ചണമെങ്കിൽ ചായ പിന്നെ എന്താ കുടിക്കൂല. ഐസും വെള്ളമാണ് അത്താഴത്തിൻ്റെ ഒരാൾ. ഐസും വെള്ളം കുറച്ച് വരുന്നുണ്ട്. ഒരാളത് മുഖൊക്കെ കഴുകി ഫ്രഷായി വരുന്നേട്ടാ. ഞാൻ കഴിച്ചാൽ മുഴുവനാവില്ലല്ലോ. നിങ്ങളെല്ലാരും കഴിക്കുമ്പോഴല്ലേ മുഴുവനാവുള്ളൂ. ഞാൻ ചായയൊക്കെ റെഡിയാക്കി. അപ്പൊ ചായ കറിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ? ബാക്കിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇരുന്നോടി. ഞാൻ ഓട്സ് ഉണ്ടാക്കണ. ചപ്പാത്തി തിന്നാ മതിയല്ലേ? ചപ്പാത്തി ഇഷ്ടം പോലെ. അപ്പൊ അവരിട്ടുള്ള അംഗം പറ്റലാണ്. അതുകൊണ്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കണേ. ഇന്നലെ പിന്നെ എന്ത് ചെയ്യുന്നേ? ഇന്നലെ ഓട്സ് ഇല്ലേന്നോ? ഇന്നലെ ഓട്സ് പത്തിരി അല്ലേ? എനിക്ക് പത്തിരി ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഓട്സ് ഉണ്ടാക്കി. ഇപ്പൊ ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഓട്സ് ഉണ്ടാക്കണേ. ആയിക്കണ്ട നിങ്ങൾ ഇന്നോളൂ. ഇഷ്ടമില്ല ഇല്ല തിന്നും. പക്ഷെ അത്താഴത്തിന്റെ അടുത്ത് എന്തോ പറ്റൂല. അപ്പൊ 2 ആളെ വിളിച്ചിട്ടുണ്ട്. നീച്ച് വരുന്നുണ്ടാവും. കുട്ടിമോനെ സ്ഥിരമായിട്ടുള്ള അംഗം പട്ടണത്തിലാവൂലേ? വീട്ടുകളിലൊക്കെ ഉണ്ടാവും. കുട്ടിമോനെ ഒരു 5-6 വട്ടം വിളിച്ചിപ്പോ നീച്ച് പോന്നാണ് ഞാന്. കുട്ടിമോനെ ഞങ്ങള് കഴിക്കട്ടെ. മോനൂനും കൂട്ടി പോരെ. ഞാനിപ്പോ രണ്ടാളെ തട്ടി വിളിച്ച് ഫുള്ള് തോണ്ടി നീപ്പിച്ചതാണ്. ഉണർത്തിയിട്ട് പിന്നെ ഒരു അവിടെ തന്നെ കിടന്നിക്കണ്. എന്താന്ന് വെച്ചാല് ഓലി നേരത്തെ കൊടുക്കൂല. നമ്മളെപ്പോഴാ കിടക്കണ അപ്പളേ ഓലും കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഓരെങ്കിലും നേരത്തെ കിടന്ന് ഓർക്ക് നേരത്തെ നീച്ചാൻ പറ്റും. അപ്പൊ അത് അടുത്ത ആള് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. വരണേ കുറച്ച് താമസം എടുക്കും. അപ്പൊ അതാ എൻ്റെ ചപ്പാത്തി. കുട്ടിമോടെ ഇരിക്കതാ സ്റ്റൂളിൻ്റെ പഴം വാങ്ങാൻ മറന്നു. ഞാൻ വന്ന് നോക്കി. ഓർമ്മയില്ല. പെട്ടെന്ന് പാലൊക്കെ എടുത്തതിന് ശേഷം ഓർമ്മ വന്ന് പഴയില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ വെച്ച് കുട്ടികൾ കടയിൽ പോയി നിന്നിട്ടും മറന്നു. നമ്മള് പറയാൻ മറന്നു. സാറില്ല. ഞാന് ബത്തക്കൻ്റെ ഇതരെ തിന്നുള്ളൂ. ബാക്കി വാവാക്കട്ടാ. ഇതരെ തിന്നുള്ളൂ. ഇതിന് മധുരമുള്ള ഭാഗം മാത്രം തിന്നുള്ളൂ. ബാക്കി ഫുള്ള് കേൾക്കാട്ടാ. മുത്തായൊക്കെ കഴിഞ്ഞതാ. സുബീസ്കാരം കഴിഞ്ഞതാ. അങ്ങനെ ഇരിക്കണേ അല്ലേ? കട്ടിലും കിടക്കൊക്കെ ചാരി വെച്ചതാട്ടാ. ചൂടുകൊണ്ട് കിടക്കാൻ കഴിയാത്തോണ്ടേ ചുമരിന്റെ സൈഡിലേക്കാണ് ചാരി വെച്ചതാണ്. കട്ടിലും കിടക്കൊക്കെ നിലത്ത് കോസടി ഇടിച്ചിട്ട് ഇതിലാ കിടക്കാറുണ്ട്. അതെ, നിലത്തെല്ലാരും കൂടിയുണ്ട്. നിരാണ്ട് കിടക്കും. വലിയ കോസടി ഇടപ്പം ഇടിച്ചിട്ട് അതിലാണ് കൊടുക്കും. അപ്പൊ ഞങ്ങൾ അത്തായം കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾ അത്തായം. കണ്ടില്ലേ? നിങ്ങൾ ഉറങ്ങിക്കോളിട്ടാ. നിങ്ങൾ ഉറങ്ങില്ല? ഉറങ്ങൊന്നും കിടക്കണം. ഞാൻ ഉറങ്ങി. എൻ്റെ കുട്ടികൾ മദ്രസക്ക് പോവില്ല. അതെ. അപ്പൊ ഇന്നത്തെ അത്തായം എത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും
വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നാളെ ഒരു പുതിയ വീഡിയോയിലേക്ക് വരുമ്പോഴേ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.